പുത്തൻവാദിയുടെ മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കരുത്. അതിലൂടെ അവന്റെ ഈമാനിനെയാണ് നിങ്ങൾ നശിപ്പിച്ചു കളയുന്നത്. ഗൗരവമായി മനസ്സിലാക്കാനാണ്. നമ്മുടെ മക്കൾ നന്നാകാനാണല്ലോ നമ്മൾ മദ്രസ വിടുന്നത്. അത് പുത്തൻവാദിയുടെ മദ്രസയിലായാലോ, അവിടെ TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. അതിനെ കടത്തിവെട്ടുന്ന സംവിധാനങ്ങൾ ഇന്ന് മദ്രസകളിലുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, ഭൗതിക സൗകര്യങ്ങൾ അവിടെ കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് പുത്തൻവാദികളുടെ മദ്രസകളിലേക്ക് പറഞ്ഞയക്കുന്ന ഉപ്പമാരെ, എന്നെ കേൾക്കുന്ന വല്യുപ്പമാരെ, നിങ്ങൾ ആ കുഞ്ഞിന്റെ ഈമാനിനെയാണ് നശിപ്പിച്ചു കളയുന്നത് എന്ന് ഓർമ്മ വേണം. ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് ആ മദ്രസയിലേക്ക് ചെല്ലുമ്പോ പുത്തൻവാദിയുടെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ നിന്നെ കൈ പിടിച്ചുകൊണ്ട് വന്ന വാപ്പ മുശ്രിക്കാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, കളവ് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുകയാണല്ലോ ഈ പണ്ഡിത വേഷധാരിയായ ഈ ഒരു ചങ്ങാതി. നാണമില്ലേ ചങ്ങാതി ഈ നിലക്ക് കളവ് പറയാൻ? ഈ നിലക്ക് വൈകാരികമായി അവതരിപ്പിച്ചാൽ സെൽഫികളോട് ആളുകൾക്ക് വിരോധമുണ്ടാകും. അവരുടെ മദ്രസകളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കൂല. ഇങ്ങനെ ഈ നിലക്ക് വാപ്പാനെ മുശ്രിക്കാക്കുന്നുണ്ട്, വാപ്പാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല എന്നൊക്കെ പറഞ്ഞത് സാധാരണ ഈ മുസ്ലിയാക്കന്മാരുടെ സ്ഥിരം അടവാണ്. സത്യം പറഞ്ഞാൽ അല്പമൊക്കെ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകും ഇയാളുടെ പ്രസംഗം കേട്ടാൽ എന്താ സംഭവം. സലഫി മദ്രസകളുടെ വളർച്ച കണ്ടിട്ട് അതിൽ ആകപ്പാടെ ബേജാറായി ഹാലിളകി ഇനി ഞങ്ങളുടെ അന്നം മുട്ടുമോ, ഞങ്ങളുടെ മദ്രസകളിലേക്ക് കുട്ടികൾ വരാതിരിക്കുമോ, അങ്ങനെ ജനങ്ങൾക്ക് മാറ്റം സംഭവിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്നുണ്ടായ ഒരു സംസാരമാണ് ഈ മുസ്ലിയാരുടെ സംസാരമെന്ന് അല്പം ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ സലഫി മദ്രസകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ ഇന്നിപ്പോൾ പുതിയ തലമുറക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരെ അഡ്രസ്സ് ചെയ്യുന്ന, പുതുതലമുറ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന നിലക്കുള്ള മനോഹരമായ സിലബസുകൾ തയ്യാറാക്കിക്കൊണ്ടാണ് സലഫി മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ നിലക്കുള്ള മാറ്റം ഇന്ന് സമൂഹത്തിൽ കാണുന്നുമുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഹാലിളകി ബേജാറായതാണ്. അന്നം മുട്ടുമോ എന്ന പേടി കൊണ്ട് മഹലിൽ നിന്ന് പ്രസംഗിക്കാണ് ജനങ്ങൾ. അങ്ങോട്ട് ആരും പറഞ്ഞേക്കരുത്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, മുശ്രിക്കാക്കുന്നുണ്ട്, കാഫിറാക്കുന്നുണ്ട്, സ്വന്തം വാപ്പാനെ തന്നെ കാഫിറാക്കുന്നുണ്ട് മുസ്ലിയാരെ എന്തിനാണ് വെറുതെ ഇതൊക്കെ പറയാൻ നിൽക്കുന്നത്? ഈ കാഫിറാക്കുന്ന പരിപാടിയും ആ നിലക്കുള്ള സർക്കസൊക്കെ ഏത് കൂടാരത്തിലാണ് നടക്കുന്നത് എന്ന് കൃത്യമായ നിലക്ക് മുസ്ലിയാരെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വഴിയെ ഞാൻ പറയുന്നുണ്ട്. ഒന്നാമതായി ഈ വേഷം കെട്ട് മുസ്ലിയാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ധാർമ്മികമായി മദ്രസയെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല എന്നതല്ലേ യാഥാർത്ഥ്യം. കാരണം എന്താ? നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അറിയോ മുസ്ലിയാരെ? നിങ്ങൾ മദ്രസ സംവിധാനത്തെ തന്നെ എതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത വിഭാഗമാണ്. നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ കഴിയോ? സലഫികളാണ് ഇവിടെ മദ്രസ സംവിധാനം ഉണ്ടാക്കിയത്. കുട്ടികളെ പഠിപ്പിക്കാനും ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമികമായ ആശയങ്ങൾ കുഞ്ഞു മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കാൻ മദ്രസ എന്നൊരു സംവിധാനത്തെ തന്നെ സലഫികൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ ഒരു സംവിധാനത്തെ അതല്ലെങ്കിൽ മദ്രസ പ്രസ്ഥാനത്തെ നിങ്ങൾ എല്ലാ നിലക്കും എതിർത്ത വിഭാഗമാണ്. അപ്പൊ ഒന്നാമതായി എനിക്ക് പറയാനുള്ള പോയിന്റ്, ഈ മുസ്ലിയാർക്ക് മദ്രസയെക്കുറിച്ച് മിണ്ടാനുള്ള ധാർമ്മികമായ അവകാശം തന്നെയില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ലല്ലോ. ഇപ്പൊ നിങ്ങളുടേതാ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുക. റിസാലയിൽ നിന്ന് ഇവർ തന്നെ സമ്മതിക്കുകയാണ്, പണ്ട് വീറോടെ വാദിച്ച എതിർത്ത പല കാര്യങ്ങളും പിൽക്കാലത്ത് അംഗീകരിച്ചിട്ടുണ്ട്. ഇവരെന്നെ പറയണം, നമ്മൾ പണ്ട് വളരെ വീറോടെ വളരെ വാശിയോടുകൂടെ എതിർത്ത പലതും നമ്മളിപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ മദ്രസ പ്രസ്ഥാനത്തെ എതിർത്ത നമുക്കാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം മദ്രസയുള്ളത്. നിങ്ങളിങ്ങനെ സലഫി മദ്രസകളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മുസ്ലിയാരെ, ഈ പ്രസ്ഥാനം മദ്രസ പ്രസ്ഥാനം ആരാണ് തുടങ്ങി വെച്ചത് എന്ന ഒരു അടിസ്ഥാന ബോധമെങ്കിലും എൻ്റെ മുസ്ലിയാരെ നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളാണ് ഈ സംവിധാനം ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ നിങ്ങൾ അതിൻ്റെ ആളുകളായി അവകാശവാദം ഉന്നയിക്കുകയാണ്. എന്നിട്ടാണോ നിങ്ങൾ ഞങ്ങളുടെ മദ്രസയെ തള്ളിപ്പറയുന്നത്? നിങ്ങളാണോ ഞങ്ങൾക്ക് മദ്രസയെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരേണ്ടത്? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള അവകാശം എന്താണ്? ഇനി നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളിങ്ങനെ തൊള്ളപ്പൊട്ടടിക്കാണല്ലോ ചെയ്തത്. ഞങ്ങൾ തെളിവ് സഹിതമാണ് പറയുന്നത്. നിങ്ങൾ കുറച്ച് വിയർക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ മദ്രസകളിൽ പിഞ്ചു കുട്ടികളെ തെറ്റായ ആശയങ്ങൾ പഠിപ്പിക്കുകയാണ്. എങ്ങനെ? അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകൾ വരെ കട്ടുമുറിച്ചുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന നിലക്കുള്ള ആശയങ്ങളാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. വിശ്വാസ വൈകല്യങ്ങളാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ലതാ, കേട്ടോളി.
ഇവരുടെ മദ്രസയുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചില എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഈ കാണുന്നത് കിതാബുൽ അഖീദ എന്ന് പറയുന്ന പുസ്തകമാണ്. 5ാം ക്ലാസ്സിൽ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പുസ്തകമാണ്. ഇപ്പോൾ നിലവിൽ പഠിപ്പിക്കുന്നില്ല, മുമ്പ് പഠിപ്പിച്ചിരുന്നു. ഇതിൽ 7ാമത്തെ പാഠത്തിൽ 7ാമത്തെ പാഠം ഇൽമുൽ ഗൈബ്, അതായത് അദൃശ്യ ജ്ഞാനം എന്നാണ് 7ാമത്തെ പാഠം. നിങ്ങൾക്ക് കാണാൻ കഴിയാം, നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. അതിൽ നോക്കൂ, സൂറത്തുൽ ജിന്നിലെ 26ാമത്തെ ആയത്ത് പകുതി ഭാഗം അതല്ലെങ്കിൽ അവസാന ഭാഗം ഇവർക്ക് അനുകൂലമായ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കട്ടുമുറിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആയത്ത് എന്നറിയോ? ഖാലല്ലാഹു തആല ആലിമുൽ ഗൈബി ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർത്തലാ. ഇല്ലാ മൻ ഇർത്തലാ മിർ റസൂലിനുണ്ട്. അവിടെ ഇല്ലാ മൻ ഇർത്തലാ എന്നുള്ള ഭാഗം അവിടെ അങ്ങോട്ട് മുറിച്ചു. മിർ റസൂൽ എന്നുള്ളത് മുറിച്ചു കളഞ്ഞു. എന്തിനാ മുറിച്ചതെന്നൊരു അർത്ഥം കൊടുത്തു കേട്ടോ. അള്ളാഹു ഗൈബ് അറിയുന്നവനാണ്. ഗൈബിന്റെ മേൽ അവൻ തൃപ്തിപ്പെടുന്നവർക്കല്ലാതെ അവൻ അറിയിച്ചു കൊടുക്കുകയില്ല, അല്ലെങ്കിൽ അവൻ വെളിവാക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആർക്കും അവൻ എന്ത് ചെയ്തു കൊടുക്കും? ഗൈബ്, അദൃശ്യ ജ്ഞാനം വെളിവാക്കി കൊടുക്കും എന്ന ഇവരുടെ തെറ്റായ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ആയത്തങ്ങോട്ട് മുറിച്ചു. എന്നാൽ സത്യത്തിൽ ആയത്തിന്റെ ആശയം അതാണോ? അല്ല. ആയത്ത് ഫുള്ളായിട്ട് എന്താണ് അതിന്റെ അർത്ഥം? ആലിമുൽ ഗൈബി ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർത്തലാ മിർ റസൂൽ. അള്ളാഹു തൃപ്തിപ്പെട്ട ദൂതനൊഴികെ, അള്ളാഹുവിന്റെ ദൂതന്മാരിൽ അവൻ തൃപ്തിപ്പെട്ട ദൂതന്മാർക്ക് അള്ളാഹു അവന്റെ ഗൈബിയായ അറിവുകൾ അല്ലെങ്കിൽ ഗൈബിയായ ജ്ഞാനം അല്ലെങ്കിൽ ഗൈബിയായ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കും എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞ ആയത്തിന്റെ ഒരു ഭാഗം കട്ടുമുറിച്ചുകൊണ്ട് പിഞ്ചു പൈതങ്ങളെ പഠിപ്പിച്ചു വഴിതെറ്റിപ്പിച്ച നിങ്ങളാണോ ഞങ്ങൾക്കെതിരെ, ഞങ്ങളെ മദ്രസാ സംവിധാനത്തിനെതിരെ സംസാരിക്കുന്നത്? മൂല്യരെ, ആ കുപ്പായ അയച്ചിട്ട് പോയിക്കൂടെ? നിങ്ങൾ ഈ കള്ളത്തരം ചെയ്തപ്പോ നിങ്ങളുടെ പിറകിൽ ഞങ്ങൾ കൂടി. നിങ്ങൾ ജനങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുകയാണെന്ന് ഞങ്ങൾ വ്യാപകമായ നിലക്ക് പ്രചരണം നടത്തിയപ്പോ നിങ്ങൾക്കിത് പിൻവലിക്കേണ്ടി വന്നു. പിൻവലിച്ചില്ലേ? ഇതാ നിങ്ങളുടെ മദ്രസയുടെ കോലം. ഇങ്ങനെ വഴിപിഴച്ച എത്രയെത്ര ആശയങ്ങളാണ് നിങ്ങളുടെ കിതാബുകളിൽ, മദ്രസ സിലബസിൽ ഇപ്പോഴും നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം ദീർഘിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. എത്ര ഉദാഹരണങ്ങൾ! ഇത് ഞങ്ങൾ പറയേണ്ട, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ, നിങ്ങളുടെ ആശയധാരയിലുള്ളവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു പുസ്തകം ഇറക്കും, കുറച്ച് ദിവസം കഴിഞ്ഞ് അത് പിൻവലിക്കും, അത് പിടിക്കപ്പെടുമ്പോൾ പിൻവലിക്കും. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? പൊട്ടത്തരങ്ങളല്ലേ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാ നിങ്ങൾക്ക് കേൾക്കാം, അബ്ദുസമദ് പൂക്കോട്ടൂര് പ്രസംഗിക്കുന്നുണ്ട് ഇവരുടെ മദ്രസ സിലബസിനെ കുറിച്ച് കേട്ടോ. നിങ്ങൾ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകം ശരിയില്ല എന്ന് പറഞ്ഞ പാഠപുസ്തകം എടുക്കല്ലോ. നിങ്ങൾ ഇറക്കിയൊരു പാഠപുസ്തകം അത് പിൻവലിക്കേണ്ടി വന്നു. നിമിഷങ്ങൾക്കകം പിൻവലിച്ചു. കിതാബുൽ ഫിഖ്, ഇതിൽ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? കിതാബുൽ ഫിഖിൽ ഇവർ കുട്ടികളെ മസല പഠിപ്പിക്കുക. അഹ്കാമുൽ ഹൈദി വൻ നിഫാസി പാഠം വന്നു. അഹ്കാമുൽ ഹൈദി വൻ നിഫാസി യഹ്റുമു ബിൽ ഹൈദി വൻ നിഫാസി. ഹൈദ് കൊണ്ട് നിഫാസ് കൊണ്ട് ഹറാമാകും. 11 അംറൻ, 11 കാര്യങ്ങൾ. എന്തൊക്കെയാ? അസ്സലാത്തു അസ്സുജൂദു 3, അൽ ഖുത്ബത്തു ഖുത്ബ ഓതൽ. ഹൈദ് നിഫാസ് ഉണ്ടായാലും ഖുത്ബ ഓതൽ ഹറാമാണ്. ഒന്നുകിൽ പെണ്ണ് ഖുത്ബ ഓതണം, അല്ലെങ്കിൽ ആണിന് ഹൈദ് ഉണ്ടാകണം. ഏതാ ശരി? പറഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങൾ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എവിടെ? ഏതാ മുസ്ലിയാരെ ശരി? പിൻവലിക്കേണ്ടി വന്നില്ലേ നിങ്ങൾക്ക്? ഹൈദ് കൊണ്ടും നിഫാസ് കൊണ്ടും നിഷിദ്ധമാകുന്ന കാര്യത്തിൽ നിങ്ങൾ ഖുത്ബ എന്ന് എണ്ണിയ കൗമ നിങ്ങളാണോ ഞങ്ങളുടെ മദ്രസ സിലബസിനെ കുറിച്ച് ഈ നിലക്കുള്ള കളവ് പറയുന്നത്? മുസ്ലിയാരെ, വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും മാന്തി ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. മനസ്സിലായോ? പിന്നെ നിങ്ങൾ കാഫിറാക്കുന്ന കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ കാണിക്കുന്ന സർക്കസ് ഒന്നും ഞങ്ങൾ കാണിക്കുന്നില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ഹോജ, നിങ്ങളുടെ ഏറ്റവും വലിയ ഉസ്താദ്, ആ ഉസ്താദാണ് ഞങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ കാഫിറാക്കിയത്. ആ കളി ഇങ്ങക്കാണ്. നിങ്ങളാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. എന്നിട്ട് മിമ്പറിൽ നിന്നുകൊണ്ട് പച്ചക്കളവ് പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുക. കേട്ടോ നിങ്ങളുടെ മൊല്ല പറയുന്നത്? എന്റെ ദൃഷ്ടിയിൽ 2 കൂട്ടരും മുസ്ലിങ്ങളെ അല്ല. കണ്ടോ, എന്റെ കണക്കിൽ ഇവര് 2 കൂട്ടരും മുസ്ലിങ്ങളെ അല്ല. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആരാ അവര്? കാഫിറുകളല്ലേ. അപ്പൊ നീ കാഫിറാക്കുന്ന പരിപാടി നിങ്ങളെ പരിപാടിയാണ്, നിങ്ങളെ സ്ഥിരം പരിപാടിയാണ്. മാത്രമല്ല വളരെ രസകരമാണ്. നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പിന്നീട് തിരുത്തും. അതിന്റെ പേരിൽ നിങ്ങൾ കാഫിറാക്കി കളിക്കും അല്ലേ? നിങ്ങളല്ലേ ഈ ദീന് കൊണ്ട് കളിക്കുന്നത്. നിങ്ങൾ കേട്ടോ, ഇതാ
ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത്. കണ്ടോ, മദ്രസയിലേക്ക് വരുന്ന കൈപ്പിടിച്ചു വരുന്ന വാപ്പ കാഫിറാണ് മുശ്രിക്കാണെന്ന് ഞങ്ങൾ പറയുന്ന പച്ചക്കളവ് പറഞ്ഞ് നിങ്ങൾ ജനങ്ങളെ വഞ്ചിച്ചില്ലേ? എന്നാൽ നിങ്ങളാണ് പല പരിപാടിയും നിഷിദ്ധാക്കും, എന്നിട്ട് അത് ചെയ്തവന്റെ പേരിൽ അത് അയാൾ കാഫിറാണെന്ന് പറയും. എന്നിട്ട് അതേ കാഫിറിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? മയ്യത്ത് നിസ്കരിക്കും. നിങ്ങളുടെ ഹോജാക്കൾ തന്നെ നിങ്ങൾ കാഫിറാക്കിയ ആൾക്ക് തന്നെ മയ്യത്ത് നിസ്കരിക്കും. നിങ്ങൾ കാഫിറായ ആള് തന്നെ പിന്നെയും സംഘടനാ ഭാരവാഹിയായി മരണം വരെ തുടരും ചെയ്യും. ഇങ്ങനെയുള്ള ഈ നിലക്കുള്ള സർക്കസുകളും വിരോധാഭാസങ്ങളുമായി നടക്കുന്ന നിങ്ങൾ ഞങ്ങളുടെ മദ്രസാ സംവിധാനം അതിൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച കണ്ട ആളുകൾ കുട്ടികൾ അതിലേക്ക് കടന്നു വരുന്നത് കണ്ട് അതിനെ തടയിടാൻ വേണ്ടി ഈ നിലക്കുള്ള പച്ചക്കളവുമായി ജനങ്ങളുടെ മുമ്പിൽ വന്നാൽ മുസ്ലിയാരെ ഞങ്ങൾ വിടൂല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ആദ്യ വേഷം കെട്ടുമായി ഇനി ഞങ്ങളുടെ മുമ്പിൽ വരണ്ട. കൂടുതൽ കാര്യവുമായി ഞങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരണവുമായി വരേണ്ടി വരും. അതുകൊണ്ട് സത്യം പറയാം, അതാണ് പണ്ഡിതന്മാരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം. കളവ് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം ആളുകളുടെ ഷർറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.